നമസ്കാരം. യുവർ മണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളർന്നു വരുന്ന തലമുറ പ്രായമായ മാതാപിതാക്കളെ സാമ്പത്തികമായി സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് അതെങ്ങനെ ആസ്വാദികരമാക്കാം, സാമ്പത്തികമായി എങ്ങനെ നിക്ഷേപങ്ങൾ നടത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ബർജിൽ ജിയോജിത്ത് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ദീപക് ദേബർമഠത്തിലാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സർ, സ്വാഗതം. നമസ്കാരം. പറഞ്ഞതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് അത് എങ്ങനെ ആസ്വാദികരമാക്കാം, എങ്ങനെ സാമ്പത്തികമായി മുന്നോട്ട് പോകാം എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ഈ ഒരു തലമുറയുടെ പോക്ക് അതെങ്ങോട്ടെ എന്ന് ചോദിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റിട്ടയർമെൻറ്റ് കാത്തിരിക്കുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ അഞ്ചു ചോദിച്ചതിൽ പലരുടെയും ഒരു കൺസേണാണ്. അപ്പോൾ ഇതിലൊരു വലിയ ലാറ്ററൽ ഷിഫ്റ്റ് വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇപ്പം നമ്മുടെ കുട്ടിക്കാലം അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു കാലഘട്ടങ്ങൾ എടുക്കുമ്പോൾ പലരും ഒരു സാധാ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിൽ ജീവിച്ച് വന്ന പാരൻസ് ആയിരിക്കും. പക്ഷെ അവരുടെ കുട്ടികൾ, അതായത് നമ്മുടെ ജനറേഷൻസ് എല്ലാവരും വളരെ പ്രൊഫഷണലി ക്വാളിഫൈഡായി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക ജനറേഷനായിട്ട് മാറി. ഇനി നമ്മുടെ ജനറേഷനും നമ്മുടെ പൂർവികരുടെയും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ പാരൻസ് ഒരു പരിധി വരെ എന്താ പറയുക നമ്മുടെ കുട്ടികളുടെ ആ ഒരു കൾച്ചർ അതായിരുന്നു. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നു, പഠിച്ച് നല്ല ജോലി ഉദ്യോഗം വാങ്ങിയ കുട്ടികൾ പാരൻസിനെ നോക്കുന്നു. ഇതായിരുന്നു ഒരു തരത്തിലുള്ള, തീർച്ചയായിട്ടും എന്താ പറയുക കൈൻഡ് ഓഫ് റിട്ടേൺ എന്ന് പറയില്ലേ, കുട്ടികളെ പഠിപ്പിച്ചതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അതായിരുന്നു. പക്ഷേ ആ കൾച്ചർ മാറി ഇന്ന് ഒരു മാറ്റത്തിൻ്റെ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇന്നത്തെ ജനറേഷൻ, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ സ്വന്തമായിട്ട് റിട്ടയർമെൻറ്റിലേക്ക് ഒരു പ്ലാൻ ചെയ്യുന്നു. അതിനൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കുട്ടികളും ഇന്ന്, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ അറിയാം, നമുക്കൊരു 80% കുട്ടികളും വെളിയിലാണ് പോകുന്നത്. അത് പഠിക്കാനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ. കേരളത്തിലാരും തൊഴിലെടുക്കുന്നവരില്ല. അപ്പോൾ ഈ ഒരു മാറ്റം വരുന്ന സമയത്ത് സ്വതവേ നമ്മൾ ആസ് എ പാരൻസ് നമുക്ക് വേണ്ടിയിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികം മാത്രമല്ല ഇതിന് കാരണം. ഇതിന് നമ്മുടെ ഒരു കൾച്ചറും കൂടെ മാറ്റമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ. നമ്മളറിയാതെ തന്നെ പലരും, ഇപ്പം തമാശക്ക് പറയണമെങ്കിൽ നമ്മളൊരു ഹൽദി എന്ന് പറയുന്ന സംഭവം അല്ലേ, നമ്മുടെ അല്ല, ഇന്ന് അതില്ലാത്ത കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വന്ന നമ്മുടെ കൾച്ചർ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുക, മറ്റുള്ളത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഒരു കാരണം വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ പല സ്ഥലത്തു നിന്നുള്ള ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഏറ്റെടുക്കുന്നു, അവർ നമ്മുടെ കൾച്ചർ അനുകരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറി വരെ നമ്മളറിയാതെ മാറിപ്പോയി. എന്നിരുന്നാലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ സേഫ് ആക്കുന്നു എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ എത്രത്തോളം എക്സ്പെൻസീവ് ആവാൻ പറ്റുന്നു, എല്ലാവരും എത്രത്തോളം എക്സ്പെൻസീവ് ആവുക ചെയ്യുന്നത്. ഇപ്പം പണ്ട് ഒരു മാരുതി 800 ആയിരുന്നു ഏറ്റവും നല്ല എന്താ പറയുക കാശുകാർ വാങ്ങുന്നൊരു കാറ്. ഇന്ന് മാരുതി 800 എന്ന് പറയുന്നത് ഒരു ഏറ്റവും ലോ ക്വാളിറ്റി കാറായിട്ട് മാറി. പിന്നെ മിനിമം ഒരു കാറില്ലാത്ത വീടൊന്നും നാട്ടിലില്ല. അപ്പോൾ ഇതൊക്കെ എക്സ്പെൻസസിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മൾ റിട്ടയർമെൻറ്റിലേക്ക് ഇതേ രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. എത്രത്തോളം ആളുകൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈല് തുടരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത് നമ്മുടെ 55 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നോ, അതിനു വേണ്ടിയിട്ട് എന്ത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അങ്ങനെ ഒരു ചേഞ്ചസ് കാണുന്നുണ്ട് കാര്യമായിട്ട്. കാരണം പലരും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്, പലരും സേവിങ്സിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇതൊരു കാര്യമായിട്ട് സീരിയസ് തോട്ടിലേക്ക് വന്നാലും എത്രത്തോളം നേരത്തെ വരും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മളിത് ചിന്തിക്കുന്നത് ഒരു 45 വയസ്സ് 50 വയസ്സായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് പകരം ജോലി കിട്ടുന്ന സമയത്തെ ഇതിനെ പറ്റിയിട്ടൊരു റിസർച്ച് നടത്തി നമ്മൾ തയ്യാറാവണം, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും സേവിങ്സ് ചെയ്യാനും. ആ ഒരു കൾച്ചർ വന്നാൽ മാത്രമേ നമ്മൾ ഈ നേരത്തെ 5 ചോദിച്ച പോലെ അതായത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടത്തെ പോലുള്ളൊരു എക്സ്പെൻസ് അല്ല ഇനി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 20 വർഷം 30 വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് ചിന്തിക്കാവുന്നേക്കാളും ഒരു 4-5 ഇരട്ടിയായിരിക്കും നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻസ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട്
അതിന് തയ്യാറായിട്ട് വേണം നമ്മൾ ഇന്നേ സേവിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും ഇതിൽ പലരും ചോദിക്കുന്നത് ഇതൊരു ഭയപ്പെടുത്തലാണ്. കാരണം ചില കാര്യങ്ങൾ ഭയപ്പെടുത്തിയാലേ നമുക്ക് ധൈര്യം കിട്ടുള്ളൂ ചെയ്യാൻ. അപ്പം പണ്ട് കാരണവന്മാർ പറയുന്ന പോലെ ഈ പഴഞ്ചൊല്ലിലൊക്കെ കുറേ, അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പം വന്നേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെറിയൊരു ഭയം ഇല്ലെങ്കിൽ നമ്മളെല്ലാം റിലാക്സ് ആക്കി എടുക്കും. അപ്പോൾ ആ ഭയത്തോട് കൂടിയിട്ട് ഇതിനെ കണ്ടാൽ മാത്രമേ ആ സീരിയസ്നെസ് കിട്ടുള്ളൂ. ആ സീരിയസ്നെസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ നമ്മുടെ ലൈഫ് നമുക്ക് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ, താങ്കൾ പറഞ്ഞെടുത്തതെന്ന് തന്നെ ചോദിച്ചാൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത്, വാർദ്ധക്യത്തിൽ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ തുടക്കം കുറിക്കേണ്ട നിക്ഷേപങ്ങൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എളുപ്പത്തിൽ, അതായത് നമ്മൾ ഒരു സാധാ ശമ്പളം കിട്ടുന്ന ഒരു ചെറിയ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് പോലും നിക്ഷേപത്തിലൂടെ എന്താ പറയുക, നമ്മൾ ഒരു ദീർഘകാലത്തിൽ നിക്ഷേപത്തിലൂടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എല്ലാവരും അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എപ്പിസോഡിൽ സംസാരിച്ച പോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് ദീർഘകാലം, അപ്പോൾ ഒരു 20-30 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഇതിൽ നിന്നും ഒരു ഇൻകം കിട്ടാനുള്ള സംവിധാനം കൂടെയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ ഒരു 25 വർഷം ഒരു വയസ്സായ ഒരു തൊഴിലെടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു 30 വയസ്സായ ഒരു വ്യക്തി ഒരു 20 വർഷം SIP ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ, അതായത് ഈ 20 വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു 1 crore ആയി എന്ന് കരുതുക. ആ 1 crore ഞാൻ ഇപ്പം നമ്മൾ ഈ ടി വിയിൽ നമുക്ക് കാണാം, ഈ സ്ക്രീനിൽ. അപ്പോൾ ഇതിൽ ഒരു 1 crore SIP ചെയ്തൊരു വ്യക്തിക്ക് എത്രത്തോളം എളുപ്പത്തിൽ മന്ത്ലി റവന്യൂ കിട്ടുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു റവന്യൂ ഓപ്ഷൻ എടുക്കുക എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഇത്. ഇതിപ്പോൾ ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നൊരു കാര്യം. ഇപ്പോൾ ഞാൻ എക്സലിൽ ഉണ്ടാക്കിയല്ല, ഇതൊരു എക്സാക്റ്റ് കണക്കാണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് 1 crore SIP പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് നമുക്കൊരു 1 crore കണക്കാക്കാം. ആ ഫണ്ടിൻ്റെ പേര് യെല്ലോ കളറിൽ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട താഴത്തുള്ള ലംസം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 1 crore. ഇതിപ്പം എഗെയിൻ ഞാൻ പറയാം, SIP ആയിട്ട് 1 crore ചെയ്യുന്നവർക്കും പറ്റും. ഇനി 1 crore കയ്യിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റിയൊരു സ്കീമാണിത്. അതായത് ഈ കൃത്യമായി 1 lakh വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അതിൽ താഴെയാണെങ്കിൽ 1 crore ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60,000 കിട്ടും. ഇപ്പോൾ അതിന് 50 lakhs ആണെങ്കിൽ 30,000 കിട്ടും. അതേ രീതിയിൽ അപ്പോൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു 6% നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക്, അപ്പോൾ നമ്മൾ 50 lakhs 25 lakhs ആകുമ്പോൾ ആ ഫിഗറിൽ കുറച്ച് മാറ്റം വരുന്നതിന് കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് 1 crore എന്ന്, അപ്പം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് കൊടുത്തത്. അപ്പോൾ 1 crore ഒരു 20 വർഷം കൊണ്ട് SIP അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു വ്യക്തി 55ാമത്തെ വയസ്സാകുമ്പോൾ അവരുടെ കയ്യിൽ 1 കോടി ഉണ്ടെന്ന് കരുതുക. അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് മന്ത് മുതൽ 60,000 രൂപ നമുക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഗ്രീൻ കളറിലുള്ള 60,000 സെക്കൻഡ് 60,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ ആയിട്ട്, അതായത് സാലറി കിട്ടുന്ന പോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് കണക്ക് കഴിഞ്ഞ 10 വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയുടെ എക്സാക്റ്റ് പോർട്ട്ഫോളിയോ എങ്ങനെ ഗ്രോ ചെയ്തു എന്നുള്ള കാണിക്കാനാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1 crore ഇൻവെസ്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് മന്ത് തൊട്ട് നമുക്ക് മന്ത്ലി ഒരു ഇൻകം പോലെ കൃത്യമായ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇനി ഇത് തുടങ്ങിയ ഡേറ്റ് 2016 ജൂൺ 10 തുടങ്ങിയ ഒരു വ്യക്തി ഈ മാസം, അതായത് ഇപ്പം നിലവിലുള്ള ജൂലൈ 22, 2026 വരെയുള്ള ഒരു കണക്കായത്. അപ്പോൾ ഈ വ്യക്തി വിഡ്രോ ചെയ്തത് കഴിഞ്ഞ 10 വർഷം, അതായത് 121 മാസത്തിൽ ടോട്ടൽ വിഡ്രോവൽ എമൗണ്ട് നമുക്ക് ആ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ കാൽക്കുലേറ്ററിന് തൊട്ട് താഴത്തുള്ള എക്സൽ ഫിഗറിൽ കാണിക്കാം. അത് ടോട്ടൽ ഇൻവെസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്ത് 60,000 രൂപ വെച്ചിട്ട് നമ്മൾ 121 മാസം വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 72,60,000 രൂപയാണ്. അതായത് നമ്മുടെ 1 കോടിയിൽ നിന്നും 72,60,000 രൂപ നമ്മൾ ഓൾറെഡി വിഡ്രോ ചെയ്തു മാസാമാസം വെച്ച് നോക്കുമ്പോൾ. എന്നിരുന്നാലും ഈ 1 കോടി നമ്മൾ തൊടുന്നില്ല അടുത്ത 10 വർഷത്തേക്ക്. ആ 1 കോടിയുടെ ഗ്രോത്ത് ആണ് നമുക്ക് അടുത്ത കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 3,37,00,000. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ എമൗണ്ട്, അപ്പോൾ നമുക്കിപ്പോൾ 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് ലംസമായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ SIP എമൗണ്ട് നമ്മുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ 1 കോടി കൊണ്ട് അടുത്ത 10 വർഷത്തേക്ക് ഇതിന്ന് ഇത് ഈ 60,000 അല്ലാതെ വേറെ വിഡ്രോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ
ഈ 1 കോടി എന്നുള്ളത് 3,37,00,000 മാറും. അതായത് 1 കോടി അത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, മന്ത്ലി ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. അതിൻ്റെ അതായത് ഇപ്പോൾ 1 കോടി എന്നുള്ള വാല്യൂ ഇല്ലേ നമ്മുടെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ആ 1 കോടിക്ക് പകരം 3,37,00,000 മാറി. അതിന് പുറമെ നമ്മൾ 72,60,000 രൂപ നമ്മൾ വിഡ്രോവലും ചെയ്തു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യണു, ഇവിടുന്ന് 10 വർഷം കഴിയുമ്പോഴേക്ക് ഹൈപ്പോത്തറ്റിക്കലി എൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്ന 1 കോടി 3,37,00,000 ആവുന്നു. അതിന് പുറമേ ഞാൻ ഓരോ മാസവും 60,000 രൂപ വെച്ചെടുക്കുന്ന എമൗണ്ട് ടോട്ടൽ കണക്ക് നോക്കുകയാണെങ്കിൽ 72,60,000 മാറി. ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് നമുക്ക് നെക്സ്റ്റ് ഒരു അതിൽ ഒരു സംശയം കൂടി എനിക്കുള്ളത്, ഈ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഈ ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്യാം, അതിന് കൂടുതൽ ഒന്നുമില്ല, എനി ടൈം വിഡ്രോ. അപ്പോൾ ഈവൻ നമുക്ക് 9 കൊല്ലാകുമ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷേ ഇൻ ബിറ്റ്വീൻ അത് വിഡ്രോ ചെയ്യുമ്പോൾ എന്താ, ഇപ്പോൾ 5 വർഷം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം നമുക്ക് 3-ാമത്തെ വർഷം വിഡ്രോ ചെയ്യാമെന്നല്ല. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും 2016 ജൂൺ 10 NAV എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസിന് പറയുന്ന നെറ്റ് അസറ്റ് വാല്യൂ NAV എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി ആ 1 കോടി വാങ്ങുന്നത് 38 രൂപ 86 പൈസയ്ക്ക്. അതാണ് സെക്കൻഡ് കോളത്തിൽ കാണിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കിട്ടിയ യൂണിറ്റ്സ് ആണ് 2,57,307.534 എന്ന് പറയുന്ന യൂണിറ്റ്. അതായത് നമ്മൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 38.86-ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതപ്പോൾ നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഗോൾഡ് നമ്മൾ ഒരു 8 ഗ്രാം വാങ്ങുന്നതിന് $2,000 ദിറംസ് അല്ലെങ്കിൽ 3,000 ദിറംസ് ആണെങ്കിൽ അത് 8 ഗ്രാം ഡിവൈഡഡ് ബൈ അതാണല്ലോ അതിൻ്റെ കണക്ക് വരുന്നത്. അതേപോലെ ഇതിൻ്റെ NAV വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 2,57,307.534. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ക്യുമുലേറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത മാസം മുതൽ. അപ്പോൾ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് 38 എന്നുള്ളതിൽ നിന്ന് 41ലേക്ക് ആ യൂണിറ്റിൻ്റെ പ്രൈസ്, ആ സെക്കൻഡ് കോളം നോക്കിയാൽ മനസ്സിലാവും. 7-ാം മാസത്തിൽ 2016 41 42, അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കത് കയറി വരുന്നത് കാണാം. അപ്പം നമ്മുടെ കയ്യിൽ യൂണിറ്റ്സ് അതായത് 4-ാമത്തെ കോളത്തിലെ ക്യുമുലേറ്റീവ് യൂണിറ്റ്സിൻ്റെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മൾ 60,000 രൂപ എടുക്കുക എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് വിറ്റുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറയുന്നുണ്ടെങ്കിലും ഇപ്പുറത്തിൽ ഇടത് ഭാഗത്തുള്ള നെറ്റ് അസറ്റ് വാല്യൂ കൂടുന്നതുകൊണ്ട്, അതായത് ആ പ്രൈസ് ഓഫ് പെർട്ടിക്കുലർ സ്കീം കൂടുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ ലാഭം കൂടി വരിക. ഇനി നമുക്ക് അടുത്ത, അതായത് ഇപ്പം ഇത് 2016 മുതൽ 18 വരെ, ഇനിയിപ്പോൾ 18 മുതൽ 21 വരെയുള്ള കണക്ക് നോക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ കറക്ഷൻസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പം കുറച്ചും കൂടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2020 ആ കൊറോണ സമയത്ത് ഇതിൻ്റെ പ്രൈസ് വളരെ താഴ്ത്തു വന്നു. അതാണ് 8,00,000, അപ്പം 84 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ 1 കോടി ഉള്ളത് 84 ലക്ഷം വരെ ഒരു സമയത്ത് വന്നു ആ കൊറോണ ക്രൈസിസിൽ. അപ്പോൾ ഈ സമയത്തൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 10 വർഷം ടൈം കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അടുത്തപ്പോൾ ആ കൊറോണ ടൈമിൽ 2020 1 കോടി ഉണ്ടായിരുന്ന നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ 82 ലക്ഷത്തിൽ നിന്ന് പിന്നെ മാർക്കറ്റ് റിക്കവറി വരുന്ന സമയത്ത് വരുന്നതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ കാണുന്നത്. അതിൽ 2021 ആയപ്പോഴേക്കും നമുക്ക് 1 കോടി 52 ലക്ഷമായി മാറി. അപ്പോഴും നമ്മുടെ 60,000 രൂപ അവിടെ വിഡ്രോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത, അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോഴും അതിനൊപ്പം ഈ ക്രൈസിസ് കാലയളവിൽ ഈ 60,000 നമുക്ക് കുറവ് വരുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ വാല്യൂ കുറയുന്നുണ്ട്. ഈ വാല്യൂ കുറയുന്നത് കണ്ടിട്ട് പാനിക് ആയവർക്കാണ് ബുദ്ധിമുട്ട്. കാരണം അവരൊരിക്കലും പാനിക് ആവാൻ, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഒരു കാരണവശാലും ഈ പറയുന്ന ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, അത് എത്ര താഴത്ത് വന്നാലും. കാരണം റീകവറി, ഇതെല്ലാം ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. മാർക്കറ്റ് നേരത്തെ കാണിച്ച പോലെ 82 ലക്ഷത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മുടെ 2024 മാർച്ച് 11 വാല്യൂ നോക്കുമ്പോൾ 2,68 ലക്ഷമായി മാറി. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 8 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഡബിളായി. അപ്പോൾ ഇനി അവിടുന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ 3,37,00,000 നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിയാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം എവിടെയാണ്, ആ NAV ഉണ്ടോ സെക്കൻഡ് കോളം, നമ്മൾ ഫസ്റ്റ് കണ്ടത് 38, അത് ഇന്ന് നിൽക്കുന്നത് 209. ഇതാണ് ഈ ഗ്രോത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് നോക്കൂ, താഴെ 1,61,000 മാറി. നേരത്തെ നമ്മൾ കണ്ട് 2,57,000 ആയിരുന്നു. എന്നിട്ടും നമ്മുടെ ഗ്രോത്ത് വരാൻ കാരണം ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇൻ പ്രൈസാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് കിട്ടുന്നുള്ള ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അതായത് ഇത്രയും അധികം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകളിലേക്ക് ഇത് എത്താത്തത്? ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫസ്റ്റ് നമ്മളൊരു കാര്യം എന്താണോ മ്യൂച്വൽ ഫണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം എന്തിനും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അവയർനെസ്സാണ് അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടുള്ള അറിവുണ്ടെങ്കിലും അതെന്താണെന്ന് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ കാശുണ്ട് എന്നാൽ ബിസിനസ്സിനെ പറ്റി അറിയില്ലെങ്കിൽ തീരുമാനമാവും. അതെ, അല്ല ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ പോയിക്കോ 1 കോടി കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾ ആരായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ 1 കോടി എന്നുള്ളത് നമ്മളുടെ ഒരു അത് ഞാനൊരു എക്സാമ്പിൾ തന്നെ എന്താ വെച്ചാൽ നമ്മൾ 1 കോടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പ കാര്യങ്ങൾ തലയിൽ വെക്കാൻ. അപ്പോൾ അത് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് 10 lakhs ആണെങ്കിൽ 6000 രൂപ നമുക്ക് കിട്ടും. ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ 10 ലക്ഷം നമ്മുടെ കയ്യിലുള്ളതെന്ന് കരുതുക, നമുക്ക് 6000 രൂപ എല്ലാ മാസം കിട്ടും. അപ്പോൾ ഈ 10 ലക്ഷം എന്ത് പറ്റും? 33 ലക്ഷമായിട്ട് മാറും. അത്രയേ ഉള്ളൂ. എമൗണ്ടിൽ മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ 10 ലക്ഷം ഇൻവെസ്റ്റ് 60,000 കിട്ടണമെന്ന് ഷാഡിയും പിടിക്കരുത്. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാർദ്ധക്യകാലത്ത് ഈ SIP-കളുണ്ട്. അതല്ലെങ്കിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് സ്ഥലം വാങ്ങിയിടുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിതിടുക, അത്തരം കാര്യങ്ങളിലാണ് ഒരു പക്ഷേ പഴയ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പരിധി വരെയുള്ള ആളുകൾ ചെയ്യുന്നത്. മാക്സിമം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ തരത്തിലാണ്. അപ്പോൾ അതും ഇത്തരം SIP-കളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് അത് ഏതിനായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ സ്ഥലത്തിന് നമുക്കങ്ങനെ ജനറലൈസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വരാം. ഇപ്പോൾ ബാംഗ്ലൂർ ഒരു പ്ലോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുക്കുക എന്ന് കരുതുക. മുംബൈയിലൊരു പ്ലോട്ട് എടുക്കുന്നു, നമ്മൾ അതേ സംഗതി കേരളത്തിൽ എടുക്കുന്നു. ഇതിൻ്റെ എപ്രിസിയേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ടോട്ടലി. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടിരിക്കും. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ അതുപോലെ കൂടുതലായിരിക്കും. ഇപ്പം കേരളത്തിലൊരു ഫ്ലാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1 CR 1.5 CR ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലാറ്റ് കിട്ടും. എന്നാൽ നമുക്കിത് മുംബൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയി കഴിഞ്ഞാൽ നമുക്കിതിന് 4 ഇരട്ടി വേണ്ടി വരും. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഏത് ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 10 ലക്ഷം വേണമെങ്കിൽ 10 ലക്ഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 10 ലക്ഷത്തിൽ നമുക്കൊരു ഫ്ലാറ്റ് കിട്ടുക വെച്ചാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എപ്പോഴും ഏതൊരു വ്യക്തിക്കും ഒരു അലലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും എന്തുകൊണ്ടും മ്യൂച്വൽ ഫണ്ട്. ഒരു ഡൗട്ടും വേണ്ട അതിന്. ഏതൊരു വ്യക്തിക്കും പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ടു, പലരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഒരു തേങ്ങ വലിക്കാൻ, അതായത് നമ്മുടെ സാധാ നാട്ടിൽ തൊഴിലെടുക്കുന്നൊരു വ്യക്തി, ഒരു ചെറിയ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 30-35 വയസ്സ് കാണുമായിരിക്കും. പുള്ളി ഇൻവെസ്റ്ററാണ്. പുള്ളി ഡെയിലി കിട്ടുന്ന 1300-1500 രൂപ വെച്ചിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ട്രേഡറല്ല, ഞാൻ പ്യൂർലി ഇൻവെസ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് ആരും ട്രേഡിലേക്ക് വരരുതെന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അവയർനെസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാശുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടത് ഒന്ന് നമുക്ക് ക്ഷമ വേണം, കാശ് വേണം, അത്യാഗ്രഹം പാടില്ല. ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതല്ലാതെ നമ്മൾ പെട്ടെന്ന്, ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓടുന്നൊരു കാര്യം ബിറ്റ് കോയിൻ. പെട്ടെന്ന് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുക, അല്ലെങ്കിൽ കറൻസിയിൽ ചെയ്യുക. ഇതെല്ലാം നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞ കാര്യങ്ങളല്ല. ഒരു ചെറിയ എമൗണ്ട് വേണം പരീക്ഷിക്കണമെന്ന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം നമുക്കില്ല. കാരണം ലൈഫിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഫ്ലോ കുറഞ്ഞുകൊണ്ട് വരും. അതായത് ഒരു പക്ഷേ ഈ ഇടയ്ക്ക് കയറുന്നതല്ല, വാർദ്ധക്യത്തിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആളുകളൊക്കെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ചിന്തിച്ച് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങളുടെ സേവിങ്സ് ആണ് എന്ന് ചിന്തിക്കുന്ന കുറേ അധികമാണ്. അത്തരത്തിൽ ചെയ്യുന്ന ശരികൾ തെറ്റാണെന്ന് മനസ്സിലായി അത് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ എന്തൊക്കെയാണ്? ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമല്ല, അത് ഉൾക്കൊള്ളാനും കൂടെ പറ്റണം അല്ലേ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പുറത്ത് ഇപ്പം എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ 10 ആൾക്ക് പറ്റും. പക്ഷെ ആ കാണിച്ച തെറ്റ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അത് ഉൾക്കൊള്ളാനും പറ്റണം. അപ്പോഴേ ഞാൻ നേരെ വഴിക്ക് ആവുന്നുള്ളൂ. ക്രിറ്റിസിസം നല്ല രീതിയിൽ എടുക്കുമ്പോഴേ അത് നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ ഞാൻ ചിന്തിച്ചതാണ് കറക്റ്റ്, ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അവരെ വെറുതെ വിട്ടേക്കണം. നമുക്കതിനെപ്പറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല അഡ്വൈസ് കൊടുക്കുക, നമുക്കതിൽ കമ്പാരിസൺ ഉണ്ടാവും, നമുക്കതിനുള്ള സോളിഡ് പ്രൂഫ് വേണം. ഇത് എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറയണമെന്നുള്ള എല്ലാ ക്ലാസിക് എക്സാമ്പിളും കൊടുത്തിട്ട് ഇനിയും
അപ്പോൾ കൺവിൻസ്ഡ് അല്ല, അല്ലെങ്കിൽ ഇനിയും ഞാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സമ്പാദ്യം അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അല്ല, താങ്കളുടെ മുമ്പിലേക്ക് ഈ ഒരു കാലയളവിൽ വന്നിട്ടുള്ള അത്തരം തെറ്റുകൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു തീർച്ചയായിട്ടും അപ്പം അതിന് എക്സാമ്പിളായിട്ട് അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ കാണിച്ച എക്സൽ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇത് കണ്ടപ്പം അഞ്ജു ഈ എക്സാമ്പിൾ കണ്ടു, അഞ്ജുവിന് എന്ത് തോന്നുന്നു? ഇത്രയും എനിക്കിതിനെ കുറിച്ച് എത്രയും അറിയില്ലായിരുന്നു ശരിക്കും. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇത്രയൊക്കെ ഗ്രോ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാ. ആ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല, 10 വർഷത്തെ അധ്വാനം അവിടെ ഉണ്ട്, 10 വർഷത്തെ കാത്തിരിപ്പ് അവിടെ ഉണ്ട്. 10 വർഷത്തിൽ പല മാർക്കറ്റ്, ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ കൊറോണ ടൈമിൽ നമ്മളൊരു എക്സാമ്പിൾ കണ്ട 2020 മാർച്ച് 11 അതിൻ്റെ വാല്യൂ 82 ലക്ഷം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ട് മാർക്കറ്റിനെ പറ്റിയൊരു ധാരണ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തത് 82 ലക്ഷമായി കഴിഞ്ഞാൽ ഒന്ന് പതറും സ്വാഭാവികമായിട്ട് ആരാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നൊരു വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ, വിഡ്രോ ചെയ്യില്ല ഒരിക്കലും. അപ്പോൾ അവർക്കാണ് ഈ ഫ്രൂട്ട് കിട്ടിയേക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധവും അതെ തന്നെയാണ്. കാരണം ഓരോ അവസരങ്ങൾ ഇപ്പോൾ പലരും പറയാറുണ്ട് ഇനി കൊറോണ പോലെ ഒരു കറക്ഷൻ മാർക്കറ്റ് വന്നാൽ ഞാൻ എല്ലാ കാശും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്നും അതേ അവസ്ഥയാണ് അല്ല. ഇന്നിപ്പം നമ്മൾ കൊറോണൻ്റെ അത്ര ഭീകരമല്ലെങ്കിലും ഇന്നും ഈ പറയുന്ന വാർ സിറ്റുവേഷനും പല ക്രൈസിസും ഉണ്ട്. മാർക്കറ്റിലുള്ള സിറ്റുവേഷൻ ഇത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പരിധി വരെ പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാതെ ഭയം കൊണ്ടിരിക്കുക. ഇനി ഇതിൽ നിന്ന് റീകവറി വരുന്ന സമയത്ത് അടുത്ത പറയും ആ പറയുന്ന ക്രൈസിസ് പോലെ ഇനി വന്നിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എന്താ പറയുക, ആലുവാപ്പുഴ പിന്നെയും ഒഴുകുമെന്ന് പറഞ്ഞ പോലെ, അതായത് സാധ്യതകൾ ഒരുപാടുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളിടത്താണ് വിജയം. അത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് നല്ലത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, കാശുണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ ഇതിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിത് നോക്കിയിരിക്കുക എന്നുള്ളതല്ലാതെ എന്നിട്ട് ദുഃഖിക്കും. ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് അന്ന് കാശുണ്ടായിരുന്നു, ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, എനിക്ക് കറക്റ്റ് അഡ്വൈസ് കിട്ടിയില്ല എന്ന് മാത്രമേ ആൾക്കാർ പോയതോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിശ്രമം നടത്താൻ, നമ്മുടെ അടുത്ത് കാശുള്ള കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ അല്ലേ. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ അഡ്വൈസ് കിട്ടുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ദീപക് ദേവർമഠത്തിൽ. എന്തായാലും ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകുമെന്നറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബർജിൽ ജിയോജിത്തുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദുബായ്, അബുദാബി, ഷാർജ അടക്കമുള്ള എമിറേറ്റുകളിൽ ഇവരുടെ ബ്രാഞ്ചുകൾ ലഭ്യമാണ്. kvshams@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഒപ്പം 05064678001 എന്ന നമ്പറിൽ KV ഷംസുദ്ദീൻ സാറുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. NTV UAE to the world.